ഹായ്, അപ്പോൾ കമന്റിൽ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു ഈസി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഇന്ന് ഒരു ഈസി കുക്കർ എഗ് ബിരിയാണിയാണ് കേട്ടോ ചെയ്യണത്. എഗ്ഗിന് പകരം ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ആദ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ വറുത്ത് മാറ്റി വെക്കണം. അതിൽ നിന്ന് സവാള വറുത്ത ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി മസാല എല്ലാം ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒരു കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പട്ട, ഏലക്ക, ജീരകം, കുരുമുളക്, ബേ ലീഫ് എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിന്റെ മൂടി വിസിലില്ലാതെ തക്കാളി വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതേ സമയം വേറെ ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിലും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പുഴുങ്ങിയ മുട്ട ചേർത്ത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുട്ടയിൽ മസാലയെല്ലാം പിടിച്ച് വരുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം തക്കാളി വേവിക്കാൻ വെച്ച കുക്കറിന്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് 1 കൈപ്പിടി മല്ലി, പുതിനയില ചെറുതാക്കി അരിഞ്ഞതും 1/4 കപ്പ് തൈരും ഈ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും മസാലയും എല്ലാം യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്തെടുത്ത ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി അരി വെവാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അരിയുടെ മുകളിൽ 1 ഇഞ്ച് വരെ നിൽക്കുന്ന തരത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. വെള്ളത്തിൽ ഉപ്പും ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചതിന് ശേഷം അരി മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും പട്ട, ഏലക്ക, ഗ്രാമ്പു, ജീരകം, ബേ ലീഫ്, ബിരിയാണി എസൻസ് എന്നിവ ചേർത്ത് മൂടി വെച്ച് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഈ മസാലകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് മല്ലിയില, ഫ്രൈ ചെയ്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.